ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന വില്ലന് പ്രാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡയബറ്റീസ് കഴിഞ്ഞെന്നാൽ ഹൈപ്പർ ടെൻഷനാണ് കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. ഏതെങ്കിലും ഒരു ലാബിലോ ഏതെങ്കിലും ഒരു ആളുടെ അടുത്തോ പോയി ബി മെഷർ ചെയ്യുന്നത് ശരിയാകണം എന്നില്ല. നമ്മൾ തന്നെ അത് മെഷർ ചെയ്യാൻ പഠിക്കുക. വീട്ടിൽ തന്നെ കൊച്ചു കുട്ടികളെ അതിന് പരിശീലിപ്പിക്കാവുന്നുള്ളൂ. ഇപ്പോൾ 3 മിനിറ്റിൽ നമുക്ക് ബി കുറയ്ക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അത് പലപ്പോഴും അതിശയോക്തിയായി തോന്നിയേക്കാം, പക്ഷേ അത് ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യമാണ്. ബിപിയേക്കാൾ ആളുകൾക്ക് പേടി ബിപിയുടെ മരുന്നുകളെയാണ് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഒ പിയിൽ വന്ന് കാണുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് അവർ പലപ്പോഴും പലയിടത്തും പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ 130/80 എന്ന് പറയുന്ന ക്ലീശയായിരിക്കും പറയുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓട്ടോമാറ്റിക് ബി പി അപ്പാരറ്റസ് വാങ്ങിക്കാമെന്നൊന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൽ 5 മുതൽ 10 വരെ വേരിയേഷൻ വരാറുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ വേരിയേഷൻ ഓട്ടോമാറ്റിക് ബി പി അപ്പാരറ്റസിൽ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രായമായവർക്കും സ്വയം നോക്കാനായിട്ട് പറ്റാത്തവർക്കും ഓട്ടോമാറ്റിക് ബി പി അപ്പാരറ്റസ് ഒന്ന് വാങ്ങിച്ചു വയ്ക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് ബി പി മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സിനെ പറ്റിയും 140/90 എന്ന് പറയുന്ന ബി പി നോർമലാണോ എന്നുള്ള വിഷയത്തെപ്പറ്റിയും മരുന്നില്ലാതെ ബി പി കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റിയും ലോ ബി പി എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയും ഒക്കെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബി പിയേക്കാൾ ആളുകൾക്ക് പേടി ബി പിയുടെ മരുന്നുകളെയാണ്. മരുന്നില്ലാതെ ബി പി കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിക്കാം. ബി പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സുന്ദര വില്ലനാണെന്ന് പറയാം. അവൻ ഒരു കുഴപ്പവും ലക്ഷണങ്ങളും ഒന്നും കാണിക്കാതെ സൈഡിൽ ഇങ്ങ് നിൽക്കും. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അവനായിരിക്കും ഏറ്റവും കൂടുതൽ ആഘാതം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഈ സുന്ദര വില്ലനെ നമുക്ക് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞ് അവനെ ഒന്ന് കൺട്രോൾ ചെയ്തേ മതിയാവും. ബി പിയുടെ നോർമൽ വാല്യൂ എത്രയാണ് എന്ന് പലർക്കും സംശയമുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറയാം ബ്ലഡ് പ്രഷർ മെഷേർഡ് ഇൻ റൈറ്റ് ആം സുപ്പൈൻ പൊസിഷൻ എന്നാണ്. അതായത് കിടക്കുമ്പോൾ ഒരു ബ്ലഡ് പ്രഷറുണ്ട്, ഇരിക്കുമ്പോൾ വേറെ ഒന്നുണ്ട്, നിൽക്കുമ്പോൾ വേറെ ഒന്നുണ്ട്. ഏറ്റവും നല്ലത് വലത് കൈയിൽ നമ്മൾ കഫ് കെട്ടി കിടന്നിട്ട് നോക്കുന്ന ബ്ലഡ് പ്രഷർ തന്നെയാണ്. അത് 120/80 തന്നെയാണ് എൻ്റെ നോർമൽ വാല്യൂ. അതായത് ഹൃദയം സ്പന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴുള്ള 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി, റിലാക്സ് ചെയ്യുമ്പോഴുള്ള 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അത് 130/80യിലും കൂടുതലാണെങ്കിൽ അത് അല്പം ബോർഡർ ലൈനിലാണെന്ന് പറയാം. 140/90യിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് 1-2 ആഴ്ച വിട്ട് 2-3 പ്രാവശ്യം നോക്കി അപ്പോഴെല്ലാം ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്. ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ബി പി നോർമൽ ആയില്ലെങ്കിൽ. ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാൻ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന വില്ലന് പ്രാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള സംഗതികളൊന്നുമല്ല. ഡയബറ്റീസ് കഴിഞ്ഞെന്നാൽ ഹൈപ്പർ ടെൻഷനാണ് കിഡ്നി ഫെയിലിയറിലോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി എന്ന് പറയാം. അതുപോലെ കണ്ണിൻ്റെ കാഴ്ച മുഴുവനായിട്ടും കവർന്നെടുക്കുന്ന ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തെന്നാൽ പോലും പഴയ രോഗാവസ്ഥ മാറി ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റാതെ വരും. കാരണം ഈ ഹൈപ്പർ ടെൻഷൻ ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഓൾമോസ്റ്റ് എല്ലാ അവയവങ്ങളെയും തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണത്. ഈ നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് പ്രഷർ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പ്രകാരം അല്ലെങ്കിൽ അവരുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഈ പറയുന്ന 120/80 എന്ന് പറയുന്നത് ഏകദേശം അടുത്ത് തന്നെയായിരിക്കും. ഏഷ്യക്കാർക്കും ഒക്കെ കൊക്കേഷ്യൻസ് എന്ന് പറയുന്ന നമ്മുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കെല്ലാം ഈ മാനദണ്ഡം തന്നെയാണ് പ്രാവർത്തികമാക്കാവുന്നത്. പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും ബി പി കൂടാനുള്ള സാധ്യത കൂടുകയാണ്. നമ്മൾ എത്രയധികം ശ്രദ്ധിച്ചെന്നാൽ പോലും നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ സ്റ്റിഫ്നെസ് പലപ്പോഴും പ്രായമാകുമ്പോഴത്തേക്കും കൂടി വരും. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ടുള്ള റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോൾ ഒരു ഓസിലൂടെ വെള്ളം പോകുമ്പോഴത്തേക്കും നമ്മളതിനെ ഒന്ന് ചുരുക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഘട്ടത്തിൽ ഇച്ചിരി ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ പതുക്കെ അങ്ങ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രഷറിൽ അത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത്.
നമ്മൾ ബ്ലഡ് വെസലിനെ ഫുള്ളായിട്ട് അങ്ങ് ഒക്ലൂഡ് ചെയ്യും, ആദ്യം കഫ് വീർപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് പതുക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പ്രഷറിൽ ഇത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ബ്ലഡ് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ശബ്ദം സ്റ്റെത്തിൽ കേൾക്കാൻ പറ്റും. അതിനെ നമ്മൾ സിസ്റ്റോളിക് എന്നും. ഇത് മുഴുവനായിട്ട് അങ്ങ് അയച്ചു കൊടുക്കുമ്പോഴേക്കും ഇതിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഒട്ടും ടർബുലൻസ് ഇല്ലാതെ സ്മൂത്തായിട്ട് പോവുകയും ആ ഘട്ടത്തിൽ ഈ ശബ്ദം ഇല്ലാണ്ടാവുകയും ചെയ്യും. അതിനെ നമ്മൾ ഡയസ്റ്റോളിക് എന്നും കണക്കാക്കും. ഇത് സ്റ്റീഫൻ ഹെയിൽസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു കുതിരയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ മെഷർ ചെയ്യാം, നിർണ്ണയിക്കാം എന്ന് കണ്ടുപിടിച്ച് തന്നെ. വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികതയും മെക്കാനിസവും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കിത് മറന്നു പോകാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ BP പ്രായമാകുമ്പോൾ പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മരുന്നുകളിലേക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരാം. എന്നാൽ ചെറുപ്പക്കാർക്ക് അവർക്കൊരു ചലഞ്ചായിട്ട് ഈ BP ഒന്ന് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ അങ്ങ് കൊണ്ടുപോകാനായിട്ട് ഒരു ചലഞ്ച് ഏറ്റെടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഈ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഈ 130/80 മറികടന്ന് 140/90 എബോവ് ആയിട്ട്, അത് 140-ഓ 90-ഓ ഏതെങ്കിലും എബോവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ്റെ തുടക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ BP മെഷർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഹൈപ്പർ ടെൻഷനുള്ള ഏതൊരു വ്യക്തിയും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു ലാബിലോ ഏതെങ്കിലും ഒരു ആളുടെ അടുത്തോ പോയി BP മെഷർ ചെയ്യുന്നത് ശരിയാകണം എന്നില്ല. നമ്മൾ തന്നെ അത് മെഷർ ചെയ്യാൻ പഠിക്കുക. വീട്ടിൽ തന്നെ കൊച്ചു കുട്ടികളെ അതിന് പരിശീലിപ്പിക്കാവുന്നുള്ളൂ. ഒരു സെറ്റും BP അപ്പാരറ്റസിനും വലിയ പൈസയൊന്നും ആവത്തില്ല. അത് നമ്മൾ വാങ്ങിച്ച് വെച്ച് ദിവസം 3 പ്രാവശ്യം, അത് ഭക്ഷണത്തിന് മുൻപ് നോക്കാം, ഭക്ഷണം കഴിഞ്ഞിട്ട് നോക്കാം, എക്സസൈസിന് മുമ്പ് നോക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാം, ഉറങ്ങുന്നതിന് മുമ്പ് നോക്കാം, ഉറങ്ങാൻ കഴിഞ്ഞിട്ടും നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കി മെഷർ ചെയ്ത് എഴുതി വെച്ചെന്നാൽ, ഒരു ഡയറിയിൽ കുറിച്ച് വെച്ചെന്നാൽ തന്നെ നമുക്ക് അത് എപ്പോഴാണ് കൂടുന്നത് കുറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ 3 മിനിറ്റിൽ നമുക്ക് BP കുറയ്ക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അത് പലപ്പോഴും അതിശയോക്തിയായി തോന്നിയേക്കാം, പക്ഷേ അത് ഞാൻ എന്നിൽ തന്നെ പരീക്ഷ വിജയിച്ചിട്ടുള്ള കാര്യമാണ്. HIIT, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. നമ്മൾ 3 മിനിറ്റ് നേരത്തേക്കല്ല, 1 മിനിറ്റ് നേരത്തേക്കാണെങ്കിലും ഹൈ ഇൻറ്റൻസിറ്റിയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട്, അതായത് ഒരല്പം ഇൻ്റർവൽ കൊടുത്താണെങ്കിലും 1, 2, 3 മിനിറ്റ് അങ്ങനെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്കൗട്ട്. അത് നല്ലൊരു ജോഗിങ് ആയിരിക്കാം, നല്ല സ്പീഡിൽ സ്പ്രിൻറ്റിങ് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ഓട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 100 പ്രാവശ്യം ചാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ സിറ്റപ്സോ പുഷപ്സോ ഒരു 50 പ്രാവശ്യം ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നല്ല ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ HIIT ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ BP നോക്കിക്കഴിഞ്ഞാൽ അത് നോർമലായിട്ട് കാണാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മില്ലിമീറ്റേഴ്സ് മെർക്കുറി എങ്കിലും കുറഞ്ഞിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹോംവർക്കായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും BPയും ഷുഗറും അതിനനുസരിച്ച് കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കി കണ്ടെത്താവുന്നതാണ്. അപ്പോൾ BPയുടെ മരുന്നുകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ഡയൂറിറ്റിക്സ് പോലുള്ള മരുന്നുകൾ രാത്രിയിലൊക്കെ കഴിച്ചെന്നാൽ നമുക്ക് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം മൂത്രം ഒഴിക്കാൻ തോന്നും. കാരണം ഈ ബ്ലഡിൻ്റെ വോളിയം കുറയ്ക്കാനായിട്ട് മൂത്രമായിട്ട് കൂടുതൽ ബ്ലഡ് വോളിയം അങ്ങ് പോകുന്ന രീതിയിലാണ് ഡയൂറിറ്റിക്സിൻ്റെ ആക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യസമയത്ത് തന്നെ മൊബൈലിൽ അലാം വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകും. അപ്പോൾ മൊബൈലിൽ നമുക്ക് ഇത്ര 3 നേരം വേണമെങ്കിലും അലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അടിക്കുമ്പോഴത്തേക്കും തന്നെ വേഗം പോയി മരുന്ന് കഴിക്കുക. ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, CCBs. നമ്മൾ കഴിക്കുന്ന അമലോഡിപ്പിൻ, സെലിനിഡിപ്പിൻ, നിഫിഡിപ്പിൻ, അല്ലെങ്കിൽ വെറാപ്പമിൽ, ഡിൽറ്റിയാസം തുടങ്ങിയ ഡിൽസം എന്നൊക്കെ പറയുന്ന മരുന്നുകളെല്ലാം ഈ ഗ്രൂപ്പിൽ പെടുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ്. അതിൻ്റെ ആക്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കാർഡിയാക് സ്മൂത്ത് മസിൽസിന് കൂടുതലായിട്ട് കാൽഷ്യം ചെല്ലുമ്പോഴത്തേക്കും മസിൽസ് ഭയങ്കര സ്പീഡിലും നല്ല പ്രഷറിലും കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ നോക്കാതെ അവന്മാരെ ഡയലേറ്റ് ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആക്കി കൊണ്ടുപോകുന്നതാണ് ഈ CCBസിൻ്റെ ആക്ഷൻ. അതുപോലെ കാലിൽ നീരോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഡയൂറിറ്റിക്സും ആ കൂടെ കൊടുക്കാറുണ്ട്. അത് ഹൈഡ്രോക്ലോറോതയാസിഡ് പോലുള്ള CTZ പോലുള്ള മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ഫ്രൂസിമൈഡ്, ലാസിക്സ്, അൽഡാക്ടോൺ, സ്പെർനോലോക്ടോൺ എന്നിങ്ങനെ പലതരത്തിലുള്ള ഡയൂററ്റിക്സ് ഉണ്ട്. അതിൽ തന്നെ തയാസിഡ് ഡയൂററ്റിക്സ് ഉണ്ട്, ലൂപ്പ് ഡയൂററ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നോക്കി പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും ഒരു മരുന്ന് ചൂസ് ചെയ്യുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ റാഷസ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നെഞ്ചിടിപ്പോ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ആയിട്ടുള്ള പ്രോബ്ലംസോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താനും ശ്രദ്ധിക്കുക. നമുക്ക് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡ്രഗ് അലർജി ഉണ്ടോ എന്ന് നോക്കാനുള്ള സ്കിൻ പ്രിക്ക് ടെസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും പണ്ടില്ലായിരുന്നു. അത് എന്തിനോടാണ് അലർജി എന്നുള്ളത് നമുക്ക് 72 അലർജൻസിൻ്റെ ഒരു പാനൽ വെച്ച് കൃത്യമായിട്ട് നിർണ്ണയിക്കാവുന്നതാണ്. ഇനി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം നമ്മൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത്. നമ്മൾ ഈ ഉപ്പ് കുറയ്ക്കുന്നത് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. 1 ഗ്രാം സോൾട്ട് നമ്മൾ ഭക്ഷണത്തിൽ കുറച്ചെന്നാൽ പോലും BPയിൽ
അത് ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധാരണ ഉപ്പിന് പകരം ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡാണിത്. അത് ഉപയോഗിക്കുന്നത് പോലും നമുക്ക് ബി പിയിൽ കുറവ് വരുത്താനായിട്ട് സഹായിക്കും. പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നേന്ത്രക്ക, എ ബനാന എ ഡേ കീപ്സ് ബി പി അറ്റ് ബേ എന്നൊരു പഴഞ്ചൊല്ല് പോലുമുണ്ട്. അതായത് നമ്മുടെ ബി പി കുറയ്ക്കാനായിട്ട് പൊട്ടാസ്യം അടങ്ങിയ ഒരു നേന്ത്രക്ക കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 5 മില്ലിമീറ്ററോളം ബി പി കുറഞ്ഞു വരും എന്നുള്ളതാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. ഡാഷ് ഡയറ്റ് എന്ന് പറയും, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതിൽ പെടുന്നതാണ് ഈ ഹൈ ഫൈബർ കണ്ടൻറ്റുള്ള നാരുകളടങ്ങിയ, അതായത് ഇറച്ചി മീനുമൊക്കെ കുറച്ചിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് ജ്യൂസ് അടിച്ച് കുടിക്കുകയല്ല, അപ്പാടെ കടിച്ച് കഴിക്കുന്നതാണ് അത് ഏറ്റവും ഗുണം ചെയ്യുക. അതുപോലെ ഉപ്പിൻ്റെയും അംശം കുറയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം പഞ്ചസാരയും ബി പി കൂട്ടാനായിട്ട് കാരണമാകുന്ന ഒന്നാണ്. അതുപോലെ ആനിമൽ പ്രോട്ടീൻസിൻ്റെ ഉപയോഗം കുറച്ച് പ്ലാന്റ് പ്രോട്ടീൻസ് കൂടുക. മുളപ്പിച്ച പയർ, കാഷ്യൂനട്ട്, ബദാമൊക്കെ നല്ല പ്രോട്ടീനാണ്, പ്ലാന്റ് പ്രോട്ടീൻസാണ്. നമ്മൾ ചെറുമീനുകളായിട്ടുള്ള അയല, മത്തി, കൊഴുവ പോലുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുന്നതാണ് ബാക്കി തുണ്ടൻ മീനുകളെക്കാൾ, വില കൂടിയ മീനുകളെക്കാൾ പോഷക സമൃദ്ധം. ഒമേഗ 3 ഫാറ്റി ആസിഡ് പോലുള്ള പോഷകങ്ങളും അതിൽ നിന്ന് കിട്ടും. അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സോ വേണമെങ്കിൽ നമ്മൾ എടുക്കാവുന്നതാണ്. പലപ്പോഴും കാൽഷ്യം, വൈറ്റമിൻ D3യുടെ കൂടെ തന്നെ മഗ്നീഷ്യവും പൊട്ടാസ്യവും സിങ്കും ഒക്കെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ബി പി കുറച്ച് നിർത്താനും നോർമലാക്കാനും നമ്മളെ സഹായിക്കുന്ന സപ്ലിമെൻറ്റ്സ് തന്നെയാണ്. ബോഡി വെയ്റ്റ് നമ്മൾ എത്ര കണ്ട് കുറയ്ക്കുന്നോ അത്ര കണ്ട് നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഹൃദയം കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്തിരുന്നാലേ എല്ലാ കോശങ്ങൾക്കും ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും ഓക്സിജനും കിട്ടൂ എന്നുള്ള സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ ബോഡി വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബ്ലഡ് വെസലിലെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 15 കിലോഗ്രാം വെയിറ്റ് കുറച്ചെന്നാൽ 15 മില്ലിമീറ്റർ മെർക്കുറി ബി പി ഒന്നും ചെയ്യാതെ, ഒരു മരുന്നും കഴിക്കാതെ തന്നെ കുറഞ്ഞു വരും എന്നുള്ളത് മനസ്സിലാക്കുക. എക്സസൈസിൻ്റെ കാര്യം നമുക്കറിയാം. 150 മിനിറ്റ് നേരത്തേക്ക് ഒരാഴ്ച നമ്മൾ എക്സസൈസ് കൊടുക്കണം. അത് 5 ദിവസം നമുക്ക് 30 മിനിറ്റ് വേണമെങ്കിൽ എക്സസൈസ് കൊടുക്കാം. അത് മോഡറേറ്റ് ലെവലിലുള്ള എക്സസൈസ് കൊടുത്താൽ മതി. ഇനി HIIT ആണെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം ചെയ്താൽ പോലും അതിൻ്റെ വ്യക്തമായ പ്രതിഫലനം നമ്മുടെ ഹൈപ്പർ ടെൻഷനിലും കുറവുണ്ടാക്കി തരും എന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനം ദുശീലങ്ങളായിട്ടുള്ള സ്മോക്കിങ്ങും ആൽക്കഹോളും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബി പി ഒരു 10 മില്ലിമീറ്റർ എങ്കിലും കുറഞ്ഞു വരും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ 100 മില്ലി ആൽക്കഹോൾ അടിക്കുമ്പോൾ തന്നെ അത്രയും കാലറി ഉള്ളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്കറിയാം, ശർക്കരയൊക്കെ ഇട്ട് വാറ്റുന്ന ചാരായത്തിൽ എന്തുമാത്രം മധുരവും ഈസ്റ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത്രയും കാലറി ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഉറക്കം പോലും അത് മോശമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആൽക്കഹോൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിനെ മന്ദീഭവിപ്പിച്ച് ഒരു അബോധാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് പലപ്പോഴും സംഭവിക്കുക. അതുപോലെ മിഡ് ഡേ സ്ലീപ്പ് ഒരു 30 മിനിറ്റ്, അതിൽ കൂടുതലാവണ്ട, ഒരു പവർ നാപ്പ് എന്ന് പറയുന്ന ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള ചെറു മയക്കം തീർച്ചയായിട്ടും നമ്മുടെ ബി പി കുറയാനായിട്ട് സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ മെലിഞ്ഞിരിക്കും തോറും ആണ് ഈ ലോ ബി പിക്കുള്ള സാധ്യത കൂടുതലാവുന്നത്. ഈ ലോ ബി പി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഒരു അസുഖമൊന്നുമല്ല. പക്ഷേ ഒത്തിരി ബി പി ലോ ആയി പോകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഫ്ലൂയിഡ് സപ്ലിമെൻറ്റ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് നമ്മൾ പുറമേ നിന്ന് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. ഈ ലോ ബി പിയുടെ സിംറ്റമായിട്ട് വരുന്നതാണ് പാൽപിറ്റേഷൻ, അതായത് ഹൃദയം കൂടുതൽ റേറ്റിൽ പമ്പ് ചെയ്യാൻ നോക്കും. ബി പി ഒ കുറവാണ്, പ്രഷർ കുറവാണ്, എന്നാൽ കൂടുതൽ റേറ്റിൽ പമ്പ് ചെയ്തെങ്കിലും എല്ലായിടത്തേക്കും ബ്ലഡ് എത്തിക്കാനായിട്ട് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെഞ്ചിടിപ്പുണ്ടാകാം. എന്തുകൊണ്ടാണ് ഈ ബി പി കുറഞ്ഞു പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പലതരത്തിലുള്ള ബ്ലീഡിങ്, ഹെമറേജ്, ആന്തരിക അവയവങ്ങളിൽ തലച്ചോറിലോ വയറിലോ ഒക്കെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബി പി കുറഞ്ഞു പോകാം. ഷോക്ക്, ഇൻഫെക്ഷൻസ്, ഇപ്പം നമ്മൾ പല സർജറിക്കിടയിലും ഈ പറഞ്ഞ പോലെ ബി പി കുറഞ്ഞു പോകാനൊരു കാരണമാണ് ഈ ഹെമറേജ്. അതുപോലെ ഷോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് അടിച്ചിട്ടുള്ള ഷോക്കല്ല, ഇൻഫെക്ഷൻസ് കൂടിക്കൊണ്ടുള്ള സെപ്റ്റിക് ഷോക്കിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭയങ്കര സിവിയറായിട്ട് എക്സസൈസ് ചെയ്ത് എക്സോസ്റ്റഡ് ആകുമ്പോൾ, എക്സോഷൻ തന്നെ നമുക്ക് ബി പി കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക, ആവശ്യമെങ്കിൽ സോൾട്ടഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് വേണമെങ്കിൽ കുടിച്ച് ബി പി കുറഞ്ഞു പോകാതെ നോക്കണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും മാരത്തോൺ ഓടുന്നവർ, അല്ലെങ്കിൽ ഒത്തിരി നേരം വയലത്ത് വെയിലേറ്റ് ജോലി ചെയ്യുന്നവർ, കൃഷിപ്പണിക്കാർ ഒക്കെ ഈ കാര്യം പ്രത്യേകം ഓർക്കുന്നതാണ്. മെലിഞ്ഞിരിക്കും തോറും നമ്മുടെ ബി പി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോ ബി പി ആണെങ്കിലും ഹൈ ബി പി ആണെങ്കിലും അതിൻ്റെ കാരണം എന്തുണ്ട് എന്നുള്ളത് നോക്കി അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി കൺട്രോൾ ആയില്ലെങ്കിൽ അതിന് വേണ്ട മരുന്നുകളും കൂടി എടുക്കണം.
ഇപ്പോൾ കംപ്രഷൻ സ്റ്റോക്കിങ്സ് പോലുള്ള കാര്യങ്ങൾ പോലും ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും കാലിലെയൊക്കെ വെരിക്കോസ് വെയിൻ ആണ് നമ്മൾ കംപ്രഷൻ സ്റ്റോക്കിംഗ് സാധാരണ കണ്ടിട്ടുള്ളത്. അത് വാൽവുകളുടെ പ്രവർത്തനം ശരിയാകാതെ വരുന്നതുകൊണ്ട് വീനസ് റിട്ടേൺ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് നമ്മൾ ബ്ലഡ് വെസലിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വീനസ് റിട്ടേൺ നോർമലാകും. വാൽവുകൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലും അത് കുറച്ചുകൂടി ഒന്ന് എഫക്റ്റീവായിട്ട് പമ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതേ കാര്യം തന്നെ നമ്മൾ ലോ ബി പിയിലും പ്രാവർത്തികമാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോ ബി പി ഉണ്ടാകാനുള്ള ഒരു സാധ്യത മറ്റ് മരുന്നുകൾ കഴിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ലോ ബി പി ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ ബി പിക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉള്ള പോഷണം അകത്ത് ചെന്നില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബി പി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു ബി പി അപ്പാരറ്റസ് വാങ്ങിച്ച് നിങ്ങളുടെ ബി പി മെഷർ ചെയ്യാൻ സ്വയം പഠിക്കുക. ഇനി നമുക്ക് ഒരു തരത്തിലും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികളെ വേണമെങ്കിൽ പരിശീലിപ്പിക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ബി പി അപ്പാരറ്റസ് വാങ്ങിച്ചാണെങ്കിലും നമ്മൾ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്ത് എഴുതി വയ്ക്കുക. കാരണം സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് ഗ്ലൂക്കോസ് അതാണ് ഈ വൈറ്റലായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ കൺട്രോളിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതി. രാത്രിയിലൊക്കെ മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റ് പോകുമ്പോഴത്തേക്കും നമ്മൾ എണീറ്റ് കട്ടിലയിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം മാത്രം എണീറ്റ് പോവുക. അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഹൈപ്പോടെൻഷൻ, നമ്മൾ എണീറ്റ് നിൽക്കുമ്പോഴുള്ള പോസ്ട്രൽ ഹൈപ്പോടെൻഷൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സിങ്കോപ്പും ഒക്കെ ഈ കൂട്ടർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.